ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ അങ്ങനെ KTUവിൻ്റെ എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ ഐ നോ ദാറ്റ്. ആൻഡ് നിങ്ങൾ ആക്ച്വലി KTUവിൻ്റെ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അതുപോലെ തന്നെ A, B, B+C ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു ഗ്രേഡ് ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്? അതായത് നമുക്കറിയാം, ഓഫ് കോഴ്സ് നമുക്കറിയാം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ എത്ര ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പല കുട്ടികൾക്കും അറിയായിരിക്കും. സോ അറിയില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ഗ്രേഡ് മാർക്കിന്റെ ശതമാനത്തിൽ മാറുന്നത് പോലുള്ള കാര്യത്തെ പറ്റിയാണ്. സോ നിങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 90% ആൻഡ് എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് S ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 85 to 90% ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് പോയിന്റ് 9 ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആയിരിക്കും. ആൻഡ് ദെൻ 80 to 85 ആണെങ്കിൽ 8.5 ആൻഡ് നിങ്ങളുടെ ഗ്രേഡ് A ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 75 to 80 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ആൻഡ് ദെൻ നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ B+ഉം ഗ്രേഡ് പോയിന്റ് ആണ് 8 എന്ന് പറയുന്നത്. ആൻഡ് ദെൻ 70 to 75 ഇടക്കാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7.5 ഗ്രേഡ് പോയിന്റ്. ആൻഡ് ദെൻ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് B ആയിരിക്കും. അതുപോലെ തന്നെ 65 to 70% ഇടക്കാണെങ്കിൽ 7 ആയിരിക്കും ഗ്രേഡ് പോയിന്റ്. ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞാൽ C+ ആയിരിക്കും. അതുപോലെ തന്നെ 60 to 65 ആണെങ്കിൽ 6.5 ഗ്രേഡ് പോയിന്റ്. ആൻഡ് ദെൻ C ആയിരിക്കും നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത്. ആൻഡ് 55 to 60% ഇടക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 ആയിരിക്കും. ആൻഡ് ദെൻ D ആയിരിക്കും നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത്. ആൻഡ് 50% ആൻഡ് 55% ഇടക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 5.5 ആയിരിക്കും. അത് നിങ്ങൾ പാസ്സാവുക അല്ലെങ്കിൽ P ആയിരിക്കും നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ നിങ്ങൾ 50% താഴെയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഫെയിൽ ആയി പോകാനാണ് ചാൻസ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫെയിൽ ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന CIE എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പ്ലസ് എൻഡ് സെമിസ്റ്റർ ഇവാലുവേഷൻ ആണ്. ഓക്കെ, അതാണ് ഇവിടെ CIE പ്ലസ് ESE എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഒന്നും ക്രൈറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി FE എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ആയിരിക്കും കാണിക്കുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് ആക്ച്വലി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്. ബട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ, കുഡ് നോട്ട് അപ്പിയർ ഫോർ ദി എൻഡ് സെമിസ്റ്റർ എക്സാം ആണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് I ആയിട്ടായിരിക്കും ആക്ച്വലി പ്രസന്റ് ചെയ്ത് കാണിക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് ആക്ച്വലി BTech ഡിഗ്രിയുടെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് ലാസ്റ്റ് നമുക്കൊരു CGPA വരുന്ന കേസിൽ നിങ്ങൾക്ക് ആക്ച്വലി 8 ആൻഡ് അല്ലെങ്കിൽ 8 ഒരു 18 എബോവ് ആണ് നിങ്ങളുടെ CGPA എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും. അതായത് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആയിരിക്കും. ആൻഡ് ദെൻ 6.5 ആൻഡ് എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ആക്ച്വലി KTUവിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആയിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇത് അറിയില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആക്ച്വലി അവർക്ക് അയച്ചു കൊടുക്കുക. സോ അവരും അതുപോലെ മനസ്സിലാക്കട്ടെ. ആൻഡ് ദെൻ വി ക്യാൻ ഡു അനദർ വീഡിയോ. ബൈ.